ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് എല്ലാ വീടുകളിലും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ കാണും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് പെർഫെക്റ്റായി വന്നിട്ടുള്ള റെസിപ്പികൾ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേക്ക് പൊങ്ങി വരാതിരിക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് ആവാതിരിക്കുക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. നമ്മുടെ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആക്റ്റീവ് അല്ലാതായിട്ടുണ്ടാവും. എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആക്റ്റീവ് ആണോ എന്ന് അറിയാനായിട്ടൊരു ടെസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. അതെന്താണെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ബേക്കിംഗ് പൗഡർ ആക്റ്റീവ് ആണോ എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൽ ബബിൾസ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പൗഡർ ആക്റ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് ബേക്കിംഗ് സോഡ ആക്റ്റീവ് ആണോ എന്ന് നോക്കാം. ഇതിനായിട്ട് ഇതേപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. ഇതിലേക്ക് സുർക്ക അല്ലെങ്കിൽ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതും ബബിൾസ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡറിലേക്ക് വെള്ളവും ബേക്കിംഗ് സോഡയിലേക്ക് വിനാഗിരിയുമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ബബിൾസ് പൊങ്ങി വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ മാറ്റേണ്ട സമയമായി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്